നമസ്കാരം. ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ സിംഗപ്പൂരിൽ താമസിക്കുന്ന വീടിൻ്റെ ചുറ്റുപാടും ഉള്ള ഈ ഹൗസിംഗ് എസ്റ്റേറ്റും അതിൻ്റെ സറൗണ്ടിങ്ങിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് വിടാതെ കാണണം കേട്ടോ. ആ വീഡിയോ മിസ് ചെയ്യാതെ കാണണം. അപ്പോഴാണ് മനസ്സിലാവുക ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കാണാം. എന്നോട് കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു ഈ നമ്മുടെ സിംഗപ്പൂർ ലൈഫ് സ്റ്റൈല്, നമ്മുടെ താമസം ചുറ്റുപാടൊക്കെ. അങ്ങനെയാണ് ഈ വീഡിയോ എടുത്തത്. ഈ കാണുന്നത് LRT എന്ന് പറയും. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റേഷനാണ്. ഇവിടുന്ന് ഞങ്ങൾക്ക് ഈ ചുറ്റുപാടുള്ള സ്ഥലത്തേക്കൊക്കെ പോകാൻ സൗകര്യമുണ്ട്. ഇവിടെ അടുത്ത് അമ്പലമുണ്ട്, പിന്നെ അടുത്തൊരു മോളുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എസ്റ്റേറ്റിൽ ഇവിടെ താമസിക്കുന്നവർക്ക് ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളതാണ് ഈ ട്രെയിൻ. അപ്പോൾ ഇത് ഡ്രൈവർ ഇല്ലാതെ പോകുന്ന ട്രെയിനാണ്. ഈ ചെറിയ ട്രെയിനിലും അതെ, വലിയ മെട്രോയിലും അതെ, ഡ്രൈവർ ഇല്ലാതെയാണ് പോകുന്നത്. ആൾക്കാർക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോൾ മെയിൻ സ്റ്റേഷനിൽ അവരുടെ വീട്ടിലേക്ക് പോകാൻ സൗകര്യമായിട്ട് ഈ ട്രെയിൻ എടുക്കാം. അത് അടുത്തടുത്ത് സ്റ്റേഷൻസ് ഉണ്ടാവും. കുറച്ച് കൂടുതൽ സൗകര്യമായിരിക്കും ഈ ട്രെയിനിൽ പോകുമ്പോൾ. അതാണ് ഈ LRTയുടെ ഒരു ഉപയോഗം. അപ്പോൾ ഇതൊരു 200 മീറ്റർ സർക്കിൾ ഉള്ള സ്ഥലമാണ്. അപ്പോൾ മോർണിംഗ് വാക്കിന് വരാം, നമുക്ക് എക്സസൈസ് ചെയ്യാൻ വരാം. പിന്നെ വൈകുന്നേരം കുട്ടികളെ കളിപ്പിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഈ പ്ലേ ഗ്രൗണ്ട് അടുത്ത് തന്നെ ഒരു ലോണ്ട്രി സർവീസ് ഉണ്ട്. അതായത് വീട്ടിൽ വാഷിംഗ് മെഷീൻ ഇല്ലാത്തവർക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് പൈസ ഇട്ട് തുണി വാഷ് ചെയ്യാൻ പറ്റും. ബാച്ചിലേഴ്സിനൊക്കെ ഉള്ള സൗകര്യമായിരിക്കും. അതിൻ്റെ അടുത്ത് തന്നെ ഒരു മിനി മാർട്ടും ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റിനോ ബ്രെഡോ നിങ്ങൾ അത്യാവശ്യം സാധനം വാങ്ങിക്കുകയാണെങ്കിൽ എളുപ്പമുള്ള ഒരു മിനി മാർട്ടാണ് ഇത്. ഈ വലത് ഭാഗത്ത് കാണുന്നത് കാർ പാർക്കിംഗ് ആണ്. അതൊരു 12 ഫ്ലോർ ഉണ്ട്. പിന്നെ ലിഫ്റ്റും ഉണ്ട്. ഇപ്പോൾ കുറച്ച് ബ്ലോക്സിന് ഇവിടെ ഒരു കാർ പാർക്ക്, അപ്പുറം വേറെ ഒരു കാർ പാർക്കും ഉണ്ട്. ഇവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടോ? അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നായയും കൊണ്ട് പുറത്ത് പോകുന്ന സമയത്ത് അതിൻ്റെ വൃത്തികേട്, അതായത് അതിൻ്റെ ഡ്രോപ്പിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കവറിലെടുത്തിട്ട് അപ്പം തന്നെ കളയണം. അതുകൊണ്ട് നായ കൊണ്ട് വരുന്നവരുടെ കയ്യിൽ ഒരു കവർ എപ്പോഴും ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ ആ വേസ്റ്റ് അതിലിട്ടിട്ട് അവർ തന്നെ ത്രോ ചെയ്യും. അപ്പോൾ അത്രയ്ക്കും നല്ല മെയിൻ്റനൻസ് ഉള്ള സ്ഥലമാണ് സിംഗപ്പൂർ. ഇതിപ്പം നമ്മുടെ നെയ്ബർഹുഡിൽ ഇനിയൊരു പ്ലേ ഗ്രൗണ്ടും കൂടി കാണും. ഇവിടെ മൊത്തം ഒരു 10-12 ബ്ലോക്സ് ഉണ്ട്. അപ്പോൾ അത് കാരണം കുറച്ച് ദൂരെ ആ ബ്ലോക്സിൻ്റെ അടുത്ത് ഒരു പ്ലേ ഗ്രൗണ്ടും ഇതിൻ്റെ അടുത്തും ഒരു പ്ലേ ഗ്രൗണ്ടാണ്. അപ്പോൾ കുട്ടികൾ സൗകര്യം പോലെ ഇവിടെയും കളിക്കും, അപ്പുറം കളിക്കാറുണ്ട്. പിന്നെ നമുക്ക് നടക്കാനും കുറച്ച് സൗകര്യങ്ങളുള്ള സ്ഥലമാണ് ഇത്. ഈ പാസേജൊക്കെ കാണുന്നത് നമുക്കും നടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് കാണുന്നത് റീസൈക്കിളിൻ്റെ ഒരു ഇതായിട്ട് വെച്ചിരിക്കുകയാണ് അവിടെ. നമ്മുടെ ബ്ലോക്കിൽ ഓരോ ബ്ലോക്കിൽ ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ, തുണി, മറ്റേ ഷൂസ്, ബെൽറ്റ്, ബാഗ്, ഇങ്ങനത്തെ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ട് അതിലിടാം. പിന്നെ കാണുന്നത് സൈക്കിൾസ് നിർത്താൻ വേണ്ടി ഒരു 2 അടുക്ക് അവിടെ നിർത്താനുള്ള സൗകര്യമാക്കിയിരിക്കുകയാണ്. അതായത് ഈ ബ്ലോക്കിൽ താമസിക്കുന്നവർക്ക് ആരൊക്കെ യൂസ് ചെയ്യുന്ന സൈക്കിൾ അവരുടെ സൈക്കിൾ നിർത്താൻ. പിന്നെ നമ്മുടെ ലിഫ്റ്റിൻ്റെ അടുത്തുള്ള നോട്ടീസ് ബോർഡാണ്. ആ നോട്ടീസ് ബോർഡിൽ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ബ്ലോക്ക് വാഷിൻ്റെ ഡേറ്റ് അങ്ങനത്തെ, പിന്നെ താഴെ കോറിഡോറിൻ്റെ വാഷിൻ്റെ ഡേറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കാണുന്നത് ഞങ്ങൾ താമസിക്കുന്ന ബ്ലോക്കാണ്. ഇത് 17 ഫ്ലോറുണ്ട് ഇത്. അപ്പോൾ ഇവിടെ പിന്നെ ബ്ലോക്ക് വാഷിനൊക്കെ മന്ത്ലി ഒരു ഡേറ്റ് താഴെ നോട്ടീസ് ബോർഡിൽ കൊടുക്കും. അന്ന് തന്നെ വന്നിട്ട് അവർ ക്ലീൻ ചെയ്യാനൊക്കെ വരും. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ നിന്നാണ് നോക്കുന്നത് ട്രെയിൻ പോകുന്നത്. അത്രയ്ക്കും അടുത്താണ് നമുക്ക് ഈ സ്റ്റേഷൻ.
തുണി ഉണക്കുന്നത് എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം. ഈ കിച്ചണിലാണ് ഈ കമ്പൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് ഉള്ളിലും ഉണക്കാം മഴയൊക്കെ ആകുമ്പോൾ. എന്നിട്ട് കമ്പ് ഇങ്ങനെ 2 ഭാഗത്തെ കൂടി വെച്ചിട്ട് ഇങ്ങനെയാണ് ഉണക്കുന്നത്. ഉണക്കിയിട്ട് ഈ കമ്പ്, ഉണക്കിയ കമ്പാണ് എടുത്ത് പുറത്ത് വെക്കേണ്ടത് തുണിയോട് കൂടിയിട്ട്. അപ്പോൾ കമ്പിൽ തുണി ഇട്ടിട്ട് പുറത്തേക്കെല്ലാം വെച്ചിട്ടുണ്ട്. ആ കമ്പോട് കൂടി പൊക്കിയിട്ട് വേണം വെക്കാൻ. അപ്പം അതിന് ഹുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ഇവിടുന്ന് അങ്ങോട്ട് വെച്ച് കൊടുക്കണം. ഇത് നമ്മുടെ കിച്ചൻ്റെ വിൻഡോ എന്നാണ് ഇത് പുറത്തേക്ക് വെക്കുന്നത്. ഈ തുണി വെക്കുന്നത് കിച്ചൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വെക്കാൻ 2 ഹുക്സ് ഉണ്ട്. അങ്ങനെയാണ് ഈ കമ്പ് എടുത്തിട്ട് വെക്കുന്നത്. ഇവിടുത്തെ ഉണക്കുന്ന സിസ്റ്റമാണ് ഇത്. ഇത് ലെറ്റർ ബോക്സാണ്. നമ്മുടെ ഈ ബ്ലോക്കിനുള്ള ലെറ്റേഴ്സിൻ്റെ കളക്ഷൻ്റെ സ്ഥലമാണ്. ഇങ്ങനെ നമ്മുടെ ബ്ലോക്കിൽ നിന്ന് ഇങ്ങനെ ട്രെയിനിന്, അതായത് മെട്രോൻ്റെ അവിടെ പോകാൻ ഫുൾ ഷെൽട്ടഡ് ആക്കിയിട്ടുണ്ട്. നമുക്ക് മഴ കൊള്ളാതെയും വെയിൽ കൊള്ളാതെയും പോവാം. ഇങ്ങനെ പിന്നെ MRT, അതായത് മെട്രോ എന്നുള്ളത് അണ്ടർഗ്രൗണ്ടാണ്. അപ്പോൾ ഇതിലെ ഇങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ ഇപ്പം ഇത് നമ്മുടെ ബ്ലോക്ക് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് മെട്രോന് പോകേണ്ടത്. അതിൻ്റെ വലത്ത് ഭാഗത്ത് അവിടെയുണ്ട് ഒരു പ്ലേ ഗ്രൗണ്ട്. അത് അവിടെ ആ ചുറ്റുപാടുള്ള ബ്ലോക്സിനുള്ള കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ളതാണ് ഇത്. ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ രാത്രിയും രാവിലെയും നല്ല മാതിരി എടുത്തതുകൊണ്ടാണ് ഡേ ലൈറ്റും നൈറ്റും കാണുന്നത് ഇതിൽ. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ സൈക്ലിംഗ് ചെയ്യാൻ, കളിക്കാൻ, പിന്നെ ബാസ്ക്കറ്റ് ബോൾ ഗ്രൗണ്ട്, ഇതൊക്കെ നമ്മുടെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറമാണ് ഉള്ളത്. അത് ഏത് പ്ലേ ഗ്രൗണ്ടും ആർക്കും ഉപയോഗിക്കാം. അതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ കാണുന്ന ഷെൽട്ടർ നല്ല ഉപയോഗമാണ് ശരിക്കും. സിംഗപ്പൂരിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കേ ഉണ്ട് മഴ കൊള്ളാതെ നമുക്ക് പോവാം. അങ്ങനെ മിക്കവാറും സ്ഥലത്ത് ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ സൗകര്യങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഇപ്പം നമ്മൾ ആ ഷെൽട്ടറിൻ്റെ അതിലേക്ക് കൂടി വരുമ്പോൾ ഒരു ഫുഡ് കോർട്ടാണ്. അതും കുറച്ച് ബ്ലോക്സിൻ്റെ ഇടയിൽ ഒരു ഫുഡ് കോർട്ട് ഉണ്ടാവും. കാരണം ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനെ ഭക്ഷണം പുറത്ത് പോയി കഴിക്കുന്നത് ഇഷ്ടമാണ്. അവർ ചിലപ്പോൾ വീട്ടിൽ ഹെൽപ്പേഴ്സ് ഉണ്ടെങ്കിലും കൂടി അവർ പുറത്ത് പോയിട്ട് കഴിക്കും. അവിടെ നല്ല ഹെൽത്തി ഫുഡൊക്കെ കിട്ടും നമുക്ക്. ഓരോ സ്റ്റാളിലുണ്ടാവും. അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെ അതാണ് ആ ഫുഡ് കോർട്ട്. ഈ കാണുന്നത് പിന്നെ മെട്രോൻ്റെ MRTയുടെ സ്റ്റേഷൻ, മെട്രോ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയും. അവിടെ ഇതേമാതിരി ആൾക്കാർ വന്ന് സൈക്കിൾ നിർത്താനുള്ള സൗകര്യങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ സൈക്കിൾ നമുക്ക് ഹയർ ചെയ്യാനും പറ്റും അവിടെ. ഇത് ബസ് സ്റ്റോപ്പാണ്. അതിൻ്റെ ഓപ്പോസിറ്റിലാണ് പിന്നെ ഒരു മാളുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസാണ്. ഞാൻ ഈ വീഡിയോ കാണിക്കാൻ കാരണം ഇത് കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്താൽ നമുക്ക് കളക്ഷൻ പോയിൻ്റായിട്ട് ഇത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കളക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്നോട് പലരും ഇങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചു നമ്മുടെ ഇവിടുത്തെ ഒരു ലൈഫ് എങ്ങനെയുണ്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. അതപ്പോൾ മോളിലേക്ക് പോവുകയാണെങ്കിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് കൂടി പോവാം. അതായത് സ്റ്റേഷനും താഴെയാണ്, അണ്ടർഗ്രൗണ്ടിലാണ് ട്രെയിൻസൊക്കെ വരുന്നത്. നമുക്കും അതേപോലെ എസ്കലേറ്റർ എടുത്ത് താഴെ പോയി അപ്പുറത്തേക്ക് സൈഡ് ആ മോളിലേക്ക് പോകാനുള്ളതാണ് ഈ കാണുന്ന വഴി. അപ്പം ഞാൻ എസ്കലേറ്റർ എടുത്തിട്ട് താഴത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അപ്പുറത്തെ കൂടി പോയാൽ ലിഫ്റ്റും ഉണ്ട്, നമുക്ക് എസ്കലേറ്റർ എടുക്കാൻ പറ്റും. അതാണ് ലിഫ്റ്റ്. എന്നിട്ട് ഇത് നേരെ പോയാൽ നമുക്ക് ഇന്നൊരു എസ്കലേറ്റർ എടുത്തിട്ട് ആ മോളിലേക്ക് പോവാം. ലെഫ്റ്റ് സൈഡിൽ കൂടി പോകുമ്പോൾ കാർഡ് ടാപ്പ് ചെയ്തിട്ട് പിന്നെ ട്രെയിനിലേക്ക് പോകേണ്ട വഴി. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഈ മെട്രോ കാർഡ് ടോപ്പ് അപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പം ഞങ്ങൾ ഗ്രാൻഡ് മോളിലെത്തി. നടന്നിട്ട് അവിടുന്ന് ഇങ്ങനെ മോളിലെത്തി. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ബസ് ഇൻ്റർചേഞ്ച് എന്നാണ് പറയുക. ഇവിടുത്തെ ബസ് സ്റ്റാൻഡിന് ബസ് ഇൻ്റർചേഞ്ച് എന്നാണ് പറയുക. പിന്നെ ഈ മോളിൽ ഈ കാണുന്നതെല്ലാം കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫാർമസി മാതിരി, അതല്ലാതെ ഈറ്ററീസ് ഉണ്ട് നമുക്ക് കഴിക്കാൻ, പിന്നെ ബേക്കറി, പിന്നെ അതുകൂടാതെ കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ബോങ്കോക്ക് എന്നാണ്. അതാണ് ഇപ്പോൾ കണ്ടത്. ഇവിടെ പൊതുവേ ആൾക്കാർ ഇങ്ങനെ അധികം വീട്ടിൽ നിൽക്കാറില്ല. അപ്പോൾ ഒരു വിൻഡോ ഷോപ്പിംഗ് മാതിരി പോവുക, പിന്നെ രാത്രി ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ വീക്കെൻഡ് ആകുമ്പോൾ ഫാമിലി ആയിട്ട് പുറത്ത് പോവുക. അപ്പോൾ ഒരു മാൾ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ തന്നെ കഴിക്കാനുള്ള സൗകര്യങ്ങളും കുറച്ച് ഷോപ്സും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ മാളിൽ തന്നെ
കമ്മ്യൂണിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കമ്മ്യൂണിറ്റി സെൻറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് പ്രായമായവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ വീട്ടിൽ ചിലപ്പോൾ റാൻഡംലി ആൾക്കാരെ ചൂസ് ചെയ്തിട്ട് അവർ വന്ന് സർവേ എല്ലാം ചെയ്യാറുണ്ട്. നമ്മുടെ എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ എല്ലാ ബെനിഫിറ്റ്സൊക്കെ എങ്ങനെ നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ടോ, റിട്ടയർഡ് പീപ്പിൾ ആയതുകൊണ്ട് എങ്ങനെ, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളോട് അന്വേഷിക്കുന്നതൊക്കെ ഈ കമ്മ്യൂണിറ്റി സെൻറ്ററിൽ നിന്നാണ് ആൾക്കാർ വന്ന് ചോദിക്കുന്നതൊക്കെ. അതുകൂടാതെ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ഇപ്പോൾ ദീപാവലി ആണെങ്കിൽ കൂടി അവർ ഓർഗനൈസ് ചെയ്യും. അവിടുത്തെ ഈ ചുറ്റുപാടുള്ള റെസിഡൻസിന് വേണ്ടിയിട്ട് അവരൊരു സെലിബ്രേഷൻ മാതിരിയൊക്കെ ആക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് ഈ കമ്മ്യൂണിറ്റി സെൻറ്റർ. അതും ഈ മോളിൽ തന്നെയാണ്. ഇപ്പം നമുക്ക് കുറച്ചും കൂടി അടുത്തായിട്ടാണ് ഈ മോൾ കണ്ടത്. അതായത് ഇതിൻ്റെ പേര് സെങ്കാങ് ഗ്രാൻഡ് മോൾ എന്നാണ്. അപ്പോൾ നമ്മൾ ആ മോളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം സിംഗപ്പൂർ എന്ന് പറയുമ്പോൾ ഈ ബിൽഡിങ്സ് മാത്രമേ ആൾക്കാർക്ക് ചിലപ്പോൾ ഓർമ്മ വരുള്ളൂ. അപ്പം നമ്മളെങ്ങനെ താമസിക്കുന്ന ഇവിടുത്തെ എന്തൊക്കെ സൗകര്യങ്ങളും നല്ലത് കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ കുക്കറിൽ നിന്ന് മാറിയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ മാതിരി കുറച്ച് വീഡിയോസ് ഇതിലെ കൂടി ചാനലിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.